സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ഡ്യൂവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കുറേ ദിവസങ്ങളായി നമുക്ക് മോർണിംഗ് ഡ്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നതുകൊണ്ട്, പല സ്ഥലങ്ങളിലായിരുന്നതുകൊണ്ട് റെക്കോർഡിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പിന്നെയും നമ്മൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന മഞ്ഞുതുള്ളികൾ മോർണിംഗ് ഡ്യൂ പുനരാരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ മാന്യപ്രേക്ഷകരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ് നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11 അധ്യായത്തിലെ 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. സഭാപ്രസംഗി 11-ന്റെ 1-2. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലിടുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടുക. 2-ാമത്തെ വാക്യം, ഒരു ഓഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ശരിയായ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഫലപ്രദമായി നിക്ഷേപിക്കേണ്ടത്? ഇതാണ് സഭാപ്രസംഗി 2 വാചകങ്ങളിൽ നിന്ന് പറഞ്ഞു വരുന്നത്. സേവിങ് ഉണ്ടാകുക, ഭാവി കാലത്തേക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകുക തെറ്റല്ല, പാപമല്ല. പുതിയ നിയമ വെളിച്ചത്തിൽ നിക്ഷേപമുള്ളിടത്ത് മനസ്സിരിക്കുന്നു എന്ന വചനം യേശു കർത്താവ് പറഞ്ഞപ്പോൾ അത് ഭൂമിയിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം ചിന്തിച്ച് കരുതി വെക്കരുത് എന്ന അർത്ഥത്തിലല്ല എന്ന് നാം മനസ്സിലാക്കണം. നിക്ഷേപത്തിൽ നമ്മുടെ ഹൃദയം ആശ്രയിക്കുന്നതിനെക്കുറിച്ച്, ഭൂമിയിലുള്ള ഭൂനിക്ഷേപങ്ങളിൽ നാം ആശ്രയിക്കുന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് യേശു കർത്താവ് വിമർശനാത്മകമായി സംസാരിപ്പാനിടയായി തീർന്നത്. ഭാവിക്ക് വേണ്ടി നല്ല കരുതലുകൾ ഉണ്ടാകണമെന്ന് പഴയ നിയമത്തിൽ ശലോമോൻ മാത്രമല്ല, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ചരുതിച്ചു വെക്കാത്തവർ, അതായത് നിക്ഷേപങ്ങൾ സ്വരൂപിക്കാത്തവർ, അവർക്ക് വേണ്ടി ക്ഷേമനിധികൾ മാറ്റിവെക്കാത്തവർ അവിശ്വാസിയേക്കാൾ അധിപന്മാരെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിക്ഷേപത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, സേവിങ്സ് എന്നത് തെറ്റാണെന്നുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നാം അതിനെ മാറ്റണം. യേശു കർത്താവ് താലന്തുകൾ വിഭാഗിച്ച് നൽകിയ ഉപമ പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ ചോദ്യം, നിന്റെ താലന്ത് എന്തുകൊണ്ട് നീ വ്യാപാരം ചെയ്യുന്നവരെ ഏൽപ്പിച്ചില്ല, അതിനെ വർദ്ധിപ്പിച്ചില്ല എന്നാണ്. ശരിയായ നിക്ഷേപം, ശരിയായ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമുക്കുണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനപ്രകാരം നാം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ സഭാപ്രസംഗി പറയുന്ന 2 ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചുരുക്കമായിട്ട് പറയുകയാണ്. ഒന്ന്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലിടുക, ഏറിയ കാലം കഴിഞ്ഞിട്ട് നിനക്കത് തിരിച്ച് ലഭിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാതെ ഉള്ള നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന വെള്ളത്തിലേക്ക് എറിയുന്ന വിത്ത്. ഒപ്പം വന്ന വാക്കിൻ്റെ സൂചന ഏതാണ്? ആ വിത്ത് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കലക്കവെള്ളത്തിൽ എവിടെയാണത് വീണെന്ന് നമുക്കറിയില്ല, പക്ഷെ ആ വിത്തിൽ നിന്ന് ഒരു സസ്യം പുറത്തു വന്ന് അതൊരു ഹാർവസ്റ്റ്, ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ശുഭകരമാകുന്ന വിശ്വാസം. അപ്പോൾ നാം ഇപ്പോൾ ഇടുന്ന വിത്തിൻ്റെ ഫലം പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും നമുക്ക് ലഭിക്കുന്നതെന്ന് ഒന്നാമത്തെ പാഠം. 2-ാമത്തെ പാഠം, ഭാവി എന്തെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയാത്തത് കൊണ്ട് ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ ഏതെങ്കിലും ഒരേ പ്ലാനിൽ, ഒരേ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു ഓഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക എന്നാണ് ശലോമോൻ പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളതിനെ ഒന്നിച്ച് ഏതെങ്കിലും ഒരു സ്കീമിൽ കൊണ്ട് നിക്ഷേപിച്ച് നാളെ എന്തെങ്കിലും കാരണവശാൽ ആ പ്രൊജക്റ്റ്, ആ പ്ലാൻ, ആ സ്കീം പൊട്ടുകയാണെങ്കിൽ മുഴുവനും ഒന്നിച്ച് നഷ്ടപ്പെട്ട് നാം സീറോയായി പോകാതിരിക്കുവാൻ വേണ്ടി ശലോമോൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഓഹരിയെ പലതായി വിഭാഗിക്കുക, പല സ്കീമിൽ, പല പ്ലാനിൽ നിക്ഷേപിക്കുക. ഒന്ന് നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ള 7 നമ്മുടെ കയ്യിലിരിക്കും. ഒന്ന് നഷ്ടത്തിലേക്ക് പോയാലും മറ്റ് ചില ബിസിനസ് അത് വിജയത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. വാരൻ ബഫറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ വലിയ നിക്ഷേപക ഗുരു, അദ്ദേഹവും പറയുന്നത് ഇതേ പ്രിൻസിപ്പിളാണ്. അദ്ദേഹം പറയുന്നത്, ഡു നോട്ട് കീപ് ഓൾ ദ എഗ്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ്. ഒരേ കുട്ടയിൽ എല്ലാ മുട്ടയും ഒന്നിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ, നിക്ഷേപിക്കുമ്പോൾ എല്ലാം കൂടെ ഒരിടത്ത് നിക്ഷേപിക്കരുത്. കാരണം പൊട്ടിപ്പോയാൽ മുട്ടയെല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടിപ്പോകുവാൻ ഇടയാകരുത്. പല ബാസ്ക്കറ്റിൽ വെച്ചാൽ ഒന്ന് പൊട്ടിപ്പോയാലും മറ്റ് ബാസ്ക്കറ്റുകൾ ശേഷിക്കുമല്ലോ. വാരൻ ബഫറ്റിന് ഈ ബുദ്ധി കിട്ടിയത് ശലോമോന്റെ സഭാപ്രസംഗിയിൽ നിന്നും യാക്കോബിൻ്റെ ബുദ്ധിയിൽ നിന്നുമാണ്. യാക്കോബ് 16 വിട്ട് മടങ്ങി വരുമ്പോൾ
ഏശാവിനെ എതിരേൽക്കുവാനുള്ള സമയമായപ്പോൾ യാബോക്ക് കടലിൽ വെച്ച് തൻ്റെ കൂട്ടത്തെ പലതായി വിഭാഗിക്കുന്നു. തൻ്റെ ആട്ടിടയന്മാരുടെ കയ്യിൽ, തൻ്റെ 4 ഭാര്യമാരുടെ കയ്യിൽ ഓരോ കൂട്ടങ്ങളായി അവൻ അയക്കുന്നു. ഒന്നിന് പുറകെ ഒന്നായി അയക്കുന്നു. അവൻ്റെ ബുദ്ധി, ആദ്യം പോകുന്ന കൂട്ടം ഏശാവിൻ്റെ ക്രോധത്തിൽ നഷ്ടപ്പെട്ടാലും പിൻപിലുള്ളതിന് ഓടി രക്ഷപ്പെടുവാൻ കഴിയുമല്ലോ. എല്ലാം കൂടെ ഒന്നിച്ച് നഷ്ടപ്പെടുത്തില്ല. ഒരു ഓഹരിയെ പലതായി വിഭാഗിക്കുക. ഇതിൽ നിന്നൊക്കെയാണ് വാരൻ ബഫറ്റിനെ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുക്കന്മാർ പാഠം പഠിച്ചത്, വേദപുസ്തകത്തിൽ നിന്ന്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ആസാദിയുടെ പ്രേക്ഷകർക്കായി ഈ പ്രഭാത സമയത്ത് ഒരു സന്ദേശം നൽകുന്നു. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒന്നിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിച്ച് അത് മുങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് മുങ്ങുകയല്ല, പലതായി ഓഹരിയെ തിരിച്ച് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ഒന്ന് നഷ്ടത്തിലായാലും മറ്റൊന്ന് ലാഭത്തിലാകുമല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.